ജ്യോതി, ഇവിടെ ഇപ്പോൾ പരിഭാഷ പണ്ട് മുതൽ തന്നെ ദേശീയ നേതാക്കൾ വരുമ്പോൾ അത് പരിഭാഷപ്പെടുത്താറുണ്ട്. പക്ഷേ പരിഭാഷ നടത്തി പുലിവാല് പിടിച്ച കുറേ പേർ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയും വലിയ ട്രോളുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ജ്യോതിയുടെ പരിഭാഷ വലിയ രീതിയിൽ ശ്രദ്ധേയമാകുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 2011 മുതൽ രാഹുലിന്റെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശ്രദ്ധേയമാകുന്നത് 2016 ശേഷമുള്ളതാണ് കൂടുതലും. ദേശീയ നേതാക്കളുടെ ഈ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തി പുലിവാല് പിടിച്ച നേതാക്കൾ, അവരെ കളിയാക്കിക്കൊണ്ടുവരുന്ന ട്രോളുകൾ, അതിനിടയിൽ ഇങ്ങനെ താരമാകാൻ കഴിഞ്ഞത്, അതും സോഷ്യൽ മീഡിയയിൽ തന്നെ താരമാകാൻ കഴിഞ്ഞത് വലിയ അഭിമാനമായിട്ട് കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. കാരണം ഒന്നാമത് ട്രോള് ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം വലിയ വലിയ ആളുകളാണ്, അവരുടെ തെറ്റുകൊണ്ടല്ല. അത് ശരിക്കും നമ്മളുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ്. പരിഭാഷയിൽ പിഴവുകൾ പലപ്പോഴും ഉണ്ടാവുന്നത് നമുക്ക് കൃത്യമായി കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ 2017 രാഹുൽജിയുടെ പടയൊരുക്കം സമയത്ത് എനിക്കൊട്ടും സ്റ്റേജിൽ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ എനിക്കൊരു വലിയ തെറ്റും പറ്റി. അതിനും അത്യാവശ്യം ട്രോൾ ഉണ്ടായിരുന്നു. അതായത് യൂണിലാറ്ററൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ യുവും ടിയും മാത്രമേ കേട്ടുള്ളൂ. അപ്പം അവിടെ 1-2 പിഴവുകൾ ഉണ്ടായി. അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ആ പരിഭാഷ അന്നാണ് എനിക്ക് മനസ്സിലായത് സ്റ്റേജിലെ ഫീഡ്ബാക്ക് സിസ്റ്റം എത്ര പ്രധാനപ്പെട്ടതാണെന്ന്. ഇപ്പോൾ ഫീഡ്ബാക്ക് സിസ്റ്റം, ആ ഫീഡ്ബാക്ക് മോണിറ്റർ നമ്മുടെ നേരെയല്ല ഇരിക്കുന്നതെങ്കിൽ എത്ര അടുത്ത് നിന്നാലും പരിഭാഷ ചെയ്യുന്ന ആളിന് കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു പരിഭാഷകൻ്റെയോ പരിഭാഷകയുടെയോ മികവ് കൊണ്ട് മാത്രമല്ല ഒരു പരിഭാഷ നന്നാവുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പല സ്ഥലത്തും നന്നായിട്ട് കേട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അക്കാര്യത്തിൽ പി ജെ കുര്യനൊക്കെയും ആ സാങ്കേതിക പ്രശ്നത്തിന്റെ ഇരകൾ എന്ന് തന്നെ പറയാം. പി ജെ കുര്യന്റെ പ്രസംഗമൊക്കെയും ആ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതിന്റെ കണ്ടന്റ് എന്താണ് എന്നത് പോലും മറികടന്നുകൊണ്ടുള്ള പരിഭാഷയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായത്.